മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വഴി വസ്തു തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ നമ്മൾ കാണുന്നു, പുറപ്പാട് 14:21 മോശ കടലിനു മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു. കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. ഇതാ 4 വചനങ്ങളാണ് നമ്മളിപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇസ്രായേൽക്കാർ കടല് വരണ്ട ഭൂമിയാക്കി ദൈവം അവരെ നടത്തിയതുപോലെ. ഒന്നാമത്തെ വചനമാണ് പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ മാലാഖമാരെ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ വസ്തുവിൽ ഞങ്ങളുടെ വഴികളിൽ അണിനിരക്കണമേ. എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. വഴി തർക്കങ്ങൾ, വസ്തു തർക്കങ്ങൾ ദൈവമേ പരിഹരിക്കണമേ, മാലാഖമാരെ അയക്കണമേ. ഹാലേലുയ 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 എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ വചനമാണ് പുറപ്പാട് 13:21. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും ഞങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച് ഞങ്ങളുടെ വസ്തു തർക്കങ്ങൾ, വഴി തടസ്സങ്ങൾ മാറ്റിത്തരണമേ. ഹാലേലൂയ ഹാലേലൂയ. പരിശുദ്ധാത്മാവെ അങ്ങ് നയിക്കണമേ. ദീപസ്തംഭമായി അഗ്നിസ്തംഭമായി ഞങ്ങൾക്കും ഈ വസ്തു, ഈ അതിരുകൾ, ഈ വഴികളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ദൈവികമായ വെളിച്ചം തരണമേ. എല്ലാ വഴക്ക് വിദ്വേഷങ്ങളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. മൂന്നാമത്തെ വചനമാണ് യേശയ്യാ 40:3-5 വരെ. ഒരു സ്വരമുയർന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവമേ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഈ ഭൂമിയുടെ മേൽ, ഈ വസ്തുവിൻ്റെ മേൽ, ഈ വഴിയുടെ മേൽ, വഴിയില്ലാത്ത അവസ്ഥയുടെ മേൽ ദൈവികമായ മഹത്വം വെളിപ്പെടട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, തിരുരക്തം ഒഴുകട്ടെ. കർത്താവേ, ഏതെങ്കിലും വ്യക്തികളുടെ കണ്ണുനീരുകൾ, പൂർവ്വഘടങ്ങൾ, കേസുകൾ, ശാപബന്ധനങ്ങൾ ഈ വസ്തുവിൻ്റെ മേൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് നീതി നടപ്പാക്കി തരണമേ. അവരുടെ മേലും ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഉദ്യോഗസ്ഥർക്ക് മനസ്സലിവ് തോന്നണമേ. കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ യേശുനാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ പരിശുദ്ധമ്മയുടെ തൃപ്പാദം വഴി സമർപ്പിക്കുന്നു. ഹാലേലുയ ഹാലേലുയ. യേശുവിൻ തിരക്തം ജയം, യേശുവിൻ പീഡാനുഭവം ജയം, യേശുവിൻ ഉദ്ധാനം ജയം. 4-ാമത്തെ വചനം യോഹന്നാൻ 14:6. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. കർത്താവേ, അങ്ങ് വഴിയായി സത്യമായി ജീവനായി കടന്നു വന്ന് ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമാവുന്നതല്ല ചെയ്ത കർത്താവേ, ഭൂമി സംബന്ധമായ തർക്കങ്ങൾ, കേസുകൾ, വഴക്കുകൾ, വഴി തടസ്സങ്ങൾ പരിഹരിച്ചു തരണമേ. ഈശോയെ വഴിയൊരുക്കണമേ. കർത്താവെ, സഹായിക്കാൻ ആവശ്യമായവരെ പറഞ്ഞയക്കണമേ. രമ്യതയുടെ സന്ദേശങ്ങൾ നൽകണമേ. വിട്ടുവീഴ്ചകൾ നൽകണമേ. വഴക്കുകൾ അവസാനിക്കട്ടെ. പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ. ദൈവമഹത്വം ഉണ്ടാകട്ടെ. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, തിരക്തം ഒഴുകട്ടെ. സാക്ഷ്യപ്പെടുത്താമെന്ന് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരക്തത്താലെ ഞങ്ങളെ കഴുകണമേ. ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, അവരുടെ തടസ്സങ്ങൾ മാറട്ടെ. ഭൂമി സംബന്ധമായ പട്ടയങ്ങൾ, അതുപോലെ വയലും പുരയിടം എന്നൊക്കെ പറഞ്ഞ് വിവരിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥകൾ, കയറി ഇറങ്ങി മടുത്ത അവസ്ഥകൾ, അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടട്ടെ. കർത്താവെ, പോക്കുവരവ് ചെയ്ത് കിട്ടട്ടെ. കർത്താവ്
കർത്താവെ. ഭൂമി സംബന്ധമായ എല്ലാ പ്രമാണങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. അതിനുള്ള മടുപ്പുകൾ മാറ്റിക്കൊടുക്കണമേ. തടസ്സ ചിന്തകൾ മാറ്റണമേ. വെറുപ്പ് നീക്കണമേ. ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വസ്തുവകളെ, കോമ്പൗണ്ടിനെ, അത് ഞങ്ങൾക്ക് കൈമാറിയവരെ, അവിടെ ജീവിച്ചിരുന്നവരെ, മരിച്ചുപോയവരെ എല്ലാം അനുഗ്രഹിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതും ഈ മേഖലയിൽ ഒരു കെട്ടാണ്. അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനകൾ ചൊല്ലിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. മരിച്ചവരോടുള്ള കുറ്റം പറച്ചിലും അവരെക്കുറിച്ച് കുറ്റം പറച്ചിലും വെറുപ്പൊക്കെ മാറ്റുക. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹാലേലൂയ, ഹാലേലൂയ. അവകാശ തർക്കങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെ രമ്യതപ്പെടുക, ക്ഷമിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യേശുവേ നന്ദി, സ്തുതി, 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 സ്തുതി. ദൈവമേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കും അവർക്കും പരസ്പരം വിട്ടുവീഴ്ചകൾ കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവ് പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ കാൽമാലകമാരെ ദൈവഹിതം പോലെ നയിക്കണമേ. പരിശുദ്ധാത്മാവ് വന്ന് നിറയണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായെ